ചേർത്തല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ബൈക്ക് മോഷ്ടിച്ചതിനാണ് തുറവൂർ സ്വദേശി ധനേഷിനെ പിടികൂടിയത്. ഒറ്റപ്പുന്നയിൽ ഒളിപ്പിച്ചിരുന്ന വാഹനം പ്രതി പോലീസിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. സ്ഥിരം കള്ളനായ ധനേഷിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് 2 മോഷണം കൂടി വെളിപ്പെടുത്തിയത്. ചേർത്തല ചന്തയിലെ ഒരു കടയിൽ നിന്ന് അടയ്ക്കയും കുരുമുളകും പണവും മോഷ്ടിച്ചെന്ന് സമ്മതിച്ചു. ഒടുവിലത്തെ വെളിപ്പെടുത്തൽ പോലീസിനെയും ഞെട്ടിച്ചു കളഞ്ഞു. ധനേഷ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഫോണും മോഷ്ടിച്ചതാണെന്ന സത്യം തുറന്നു പറഞ്ഞു. പ്രതി റിമാൻഡിലാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘു നമ്മളോട് കൂടുതൽ കഥ പറയും. രഘു, എന്തായാലും പോലീസിനെ സംബന്ധിച്ചല്ലേ തെളിയാതെ കിടന്ന പലതും തെളിഞ്ഞ പ്രതീതിയാണ്. ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണോ? നേരത്തെയൊക്കെ പോലീസിന്റെ കയ്യിൽ വന്ന് ഊരിപ്പോയിട്ടുള്ള ആളൊക്കെയാണോ? ഈ മോഷണ കേസിൽ പതിവായി പിടികൂടുമെങ്കിലും ധനേഷ് അത്ര വലിയൊരു പ്രൊഫഷണൽ കള്ളനല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പിടിക്കപ്പെടും എന്ന് മാത്രവുമല്ല, ഈ സാധനം മോഷ്ടിക്കുക, അവിടെ നിന്ന് വേഗത്തിൽ രക്ഷപ്പെടുക, അത് കിട്ടുന്ന കാശിന് വിൽക്കുക, ഇതുകൊണ്ടൊരു ധനസമ്പാദനമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു മാനസികാവസ്ഥയിൽ ഉള്ള ആളല്ല ധനേഷ് എന്നാണ് പോലീസ് പറയുന്നത്. മോഷ്ടിക്കും, കിട്ടുന്ന പൈസയ്ക്ക് അത് വിൽക്കും, ചിലപ്പം അതുകൊണ്ടുപോയി ഒളിപ്പിച്ച് വെക്കും. അതുകൊണ്ട് അതാണ് ഒരു പ്രൊഫഷണൽ കള്ളനല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കൂടി തന്നെയാണ് നമുക്കറിയാം, കള്ളന്മാരെയൊക്കെ പിടിച്ച പോലീസ് എന്തൊക്കെ ശ്രമിച്ചിട്ടാണ് അവരെ കൊണ്ട് സത്യം പറയുക. ഇത് ധനേഷ് അങ്ങോട്ടാണുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് പിടിച്ചപ്പോൾ പോലീസ് സ്വാഭാവിക നിലയിൽ തന്നെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് പറഞ്ഞത് ചേർത്തല ടൗണിൽ നിന്ന് അടയ്ക്കയും ഒപ്പം തന്നെ കുരുമുളകും ഒക്കെ മോഷ്ടിച്ച് വിറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും അവസാനമാണ് പറയുന്നത് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ വരെ മോഷ്ടിച്ചതാണ്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയടിക്ക് 3 കേസ് തെളിയിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. ഒരു സത്യസന്ധനായ മോഷ്ടാവ് എന്ന് പറയേണ്ടി വരും അല്ലേ യുവാവിനെ? ഇനിയെങ്കിലും തിരുത്തട്ടെ അല്ലേ?